നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീടാണ്. നമുക്ക് അടിപൊളിയായിട്ടുള്ള ഈ ഒരു വീട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ തിരുമലയിൽ നിന്ന് പെരുകാവ് കഴിഞ്ഞ് ശങ്കർനാടം എന്നുള്ള സ്ഥലത്താണ് നമുക്കിത് വരുന്നത്. ഈ ഒരു സ്ഥലത്തേക്ക് വരാനായിട്ട് നമുക്ക് 2 എൻട്രൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് തിരുമല വഴി വരാൻ പറ്റും, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുണ്ടവൻകടവ് വഴി നമുക്ക് ശങ്കർനാർ റോഡ് കയറി കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ട് എത്താൻ പറ്റും. 3 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു മനോഹരമായ വീടെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇത് നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഇതെല്ലാം നമുക്ക് ആൾതാമസമുള്ള ഒരു സ്ഥലമാണ്. വെറും 25 മീറ്റർ നമുക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്കിത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന ഒരു വീടാണ് കേട്ടോ. 25 മീറ്ററേ ഉള്ളൂ നമുക്ക് മെയിൻ ബസ് റൂട്ടിലോട്ട് ചെന്നെത്താനായിട്ട്. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഏരിയയാണ്. ഫുൾ ഇവിടെ വീടുകളും അവിടെ ആൾതാമസവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് ഈ ഒരു വീട് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്കിത് വരുന്നുള്ളൂ. അപ്പം എയർപോർട്ടിലോട്ട് കാര്യങ്ങളൊക്കെ പോകാനായിട്ടാണെങ്കിൽ വെറും നമുക്കൊരു 25 മിനിറ്റിൻ്റെ ഡ്രൈവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതിൻ്റെ ഈ ഒരു വീടിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുമ്പോൾ വാസ്തുപ്രകാരം തന്നെയാണ് വീട് പണി ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് നീളം വാക്കിനാണ് നമുക്ക് വീട് വരുന്നത്. നല്ല നീളം വാക്കിനായിട്ട് വീട് വരുന്നതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ഭാഗം നമുക്ക് ഫുൾ സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിലോട്ട് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇവിടെ നമുക്ക് സിമെൻറ്റ് റോഡാണ് നമുക്ക് വരുന്നത്. അവിടെ ഫ്രണ്ടിൽ കാണുന്നത് നമുക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജ് റോഡാണ്, വലിയ വീതിയുള്ള റോഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയും വലിയ വിശാലമേറിയൊരു എൻട്രൻസ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുണ്ട്. അപ്പോൾ വലിയ SUV കോമ്പാക്റ്റ് വണ്ടികളായാൽ പോലും നമുക്ക് കോമ്പൗണ്ടിനകത്ത് നിർത്താൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്ഥലം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ബൈക്കും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇത് നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് ആണ് വന്നേക്കുന്നത്. വലിയ അടിപൊളിയായിട്ടുള്ള വണ്ടികളൊക്കെ നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്ക് ഈ വീടിന് വരുന്നുണ്ട്. സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത്. പൈപ്പ് കണക്ഷനാണ് ഇവിടെ മെയിനായിട്ട്. വാട്ടർ കണക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ് നമുക്കിത് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ്. നമ്മൾ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് ടൈലും ഗ്രിപ്ഡായിട്ട് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ട് പണി ചെയ്ത് തീർത്തിട്ടുള്ളൊരു ഫ്രണ്ടേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും. സിറ്റൗട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു സിറ്റൗട്ടാണ് വരുന്നത്. 5x8 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റൗട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഗ്ലാഡിങ് ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചുമരിൽ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സിറ്റൗട്ടാണ്. സ്ട്രിപ്പ് ലൈറ്റ് ആൻഡ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. കാർ പാർക്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാർ പാർക്കിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ഫോൾ സീലിംഗ് വരുന്നുണ്ട്. സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് നമുക്കിവിടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാഡിങ് ടൈൽസ് കംപ്ലീറ്റ് ആയിട്ട് ഈ പില്ലറിലും നമുക്ക് ചെയ്ത് എടുത്തിട്ടുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്ലാവിൻ്റെ അടിയിലാണ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ബട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു ഷോക്കേസ് മോഡലുണ്ട്. അവിടെ നമുക്ക് ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് ആണ്. അവിടെ നമുക്ക് സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഡോറ് നല്ല വീതിയുള്ളൊരു ഫ്രണ്ട് ഡോറാണ് ഈ ഒരു വീടിന് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ 3 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഉള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമുക്കൊന്ന് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം എന്ന് പറയുമ്പോഴത്തേക്കും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീടെല്ലാം നമുക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു ഇതിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല നീളത്തിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് വീടിൻ്റെ അകത്ത് ഫുള്ള് നമുക്ക് സ്പേസ് ആയിട്ട് നല്ല സ്പേസ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലീവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അത്യാവശ്യം നല്ല വലിപ്പം വിശാലവും വീതിയുമായിട്ടുള്ള ഒരു ലീവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 16x7 ഡയമെൻഷനാണ് നമുക്ക് ലീവിങ് ഏരിയയ്ക്കായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ TV യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അട്രാക്റ്റീവായിട്ടുള്ളൊരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഭാഗമാണ്. എത്ര വലിയ TV ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിങ്ങിനായിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കി നമുക്ക് വരുന്നുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല 8 സീറ്റർ ചെയറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ വരുന്ന വലിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്വാളിറ്റി ടൈൽസ് നമുക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്.
8x10 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്കായിട്ട് തന്നെ വരുന്നുണ്ട്. കോർണറിലായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് ഫ്ലോട്ടിംഗ് മോഡൽ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ഏരിയ നമുക്ക് കവറപ്പാക്കി ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീണ്ടും കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഈ കാണുന്നതാണ് കിച്ചൺ എന്ന് പറയുമ്പോൾ കിച്ചൺ പ്ലസ് നമുക്ക് വർക്ക് ഏരിയയും കൂടെ നമുക്ക് ഈ ഒരു കിച്ചണിൽ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിച്ചൺ, നല്ല ഗ്രേ കളർ തീമിൽ നമുക്ക് മുകളിലും താഴെയും ഫുൾ വർക്ക് നമുക്ക് ക്യാബിനറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ചിമ്മിനി ഹോബും ഓൾറെഡി ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലെനിൻ്റെ നല്ല ക്വാളിറ്റി കമ്പനിയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 10x8 ഡയമെൻഷൻ നമുക്കിവിടെ കിട്ടുന്നുമുണ്ട്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് ഈ ഒരു കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണോട് ചേർന്ന് കിടക്കുന്ന വർക്ക് ഏരിയയിലോട്ടൊന്ന് പോവാം. ഈ കാണുന്നതാണ് വർക്ക് ഏരിയ. 2 സൈഡ് നമുക്ക് സ്ലാബും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് താഴെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു വർക്ക് ഏരിയ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിലെ ഈ ഒരു വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂം നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നല്ല അടിപൊളിയായിട്ടുള്ള നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് തീർത്തിട്ടുള്ളൊരു റൂമാണ്. 12x12 ഡയമെൻഷൻ നമുക്ക് റൂമിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് യൂണിറ്റ് ഉൾപ്പെടെ വരുന്ന ഒരു വാൾ റൂംസ് നമുക്കിവിടെ ഓൾറെഡി ഇൻബിൽഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഫോൾ സീലിംഗ്. നമുക്ക് ഇതിൽ കാണുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. മുകളിൽ നമുക്ക് ഭാഗം മുഴുവൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ ഈ റൂമിൻ്റെ ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിരിക്കുന്നത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടൊന്ന് പോവാം. ഇപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫ്ലോറിലത്തെ ഹാൻഡിൽസ് എല്ലാം തന്നെ ഈ ഒരു മോഡൽ ഓഫ് ഹാൻഡിൽസ് ആണ് ചെയ്തേക്കുന്നത്. വുഡൻ ഇതിൽ വരുന്ന ഹാൻഡിൽസ് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ റെയിൽസുമാണ് ഇവിടെ നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിലെ ഹാൻഡിൽസാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു സ്റ്റെയർസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു ഫർഗോള മോഡലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഇപ്പം അത് നിലവിൽ കവേർഡായിട്ടാണ് വെച്ചിട്ടുള്ളത്. സ്റ്റെയർ കയറി നമ്മൾ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും വീടിൻ്റെ ഈ ഒരു ചെറിയൊരു ലിവിങ് സ്പേസിലോട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ലിവിങ് സ്പേസ് നമുക്ക് എൽ ഷേപ്പിലെ ലിവിങ് സ്പേസാണ് നമുക്ക് കിട്ടുന്നത്. ഫ്ലോറിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ലിവിങ് സ്പേസും 2 ബെഡ്റൂമും ഒരു മെയിൻ ബാൽക്കണിയാണ് നമുക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ റൂം സൈസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വലിയ റൂമാണ്. 12x14 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൂം നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിങ് നല്ല നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ വാൾ റൂംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ചെറിയൊരു മിററും കൂടെ വരുന്നതായിരിക്കും. മുകളിൽ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയയാണ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഈ റൂം വരുന്നത്. ഈ കാണുന്നതാണ് റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ നമ്മൾ കണ്ടതുപോലെ തന്നെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളൊരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. ക്വാളിറ്റി ഫിറ്റിങ്സ് ആണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഫ്ലോറിംഗ് എല്ലാം നല്ല ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ അവസാനത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ റൂം സൈസ് നമുക്ക് നല്ല വിശാലമേറിയ റൂം സൈസ് 14x14 ഡയമെൻഷൻ വരുന്ന നല്ല കിടിലം ഒരു റൂം സൈസാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാൾ റൂംസ് നമുക്കിവിടെ വരുന്നുണ്ട്.
ഫോൾ സീലിംഗ് വർക്ക് അല്ലാതെ തന്നെ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ കാണുന്ന ഒരു ഡ്രസ്സിങ് യൂണിറ്റ് ഏരിയ കൂടിയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. നല്ല ഗ്രിപ്ഡ് ആയിട്ടുള്ള ടൈൽസ് നമുക്ക് ഫ്ലോറിങ്ങിന് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ചെയ്യാനാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കിവിടെ എല്ലാം യൂസാക്കി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും എന്നുവെച്ചാൽ നല്ലൊരു സ്ക്വയർ ഏരിയയാണ് നമുക്കൊരു ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ്റെ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ള ഒരു കാണാം. ഇവിടെ നമുക്കൊരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. വാട്ടറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെടി ഇവിടെ നട്ട് കഴിഞ്ഞാൽ ചെടിക്ക് വേണ്ടിയിട്ട് എടുക്കാനുള്ള ഒരു പൈപ്പ് കണക്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും 8x6 ഡയമെൻഷനാണ് നമുക്കിവിടെ ബാൽക്കണിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മുടെ ഈ നല്ല മനോഹരമായ വീടാണ് ഇത്രയും നേരം നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിൻ ബസ് റൂട്ടിലോട്ട് ഇറങ്ങാനായിട്ട് വെറും 25-30 മീറ്റർ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു 3 സെൻറ്റിൽ പണി ചെയ്ത് തീർത്ത 1500 സ്ക്വയർ ഫീറ്റിലുള്ള 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീടാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ല മനോഹരമായ ലെങ്തി ആയിട്ട് വരുന്ന ഒരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും വെറും നമുക്ക് 72 ലക്ഷം രൂപയെ നമുക്ക് വരുന്നുള്ളൂ. 72 lakhs ആണ് നമുക്ക് വരുന്നത്. തിരുമലയുടെ അടുത്ത് നിന്ന് നമുക്ക് പെരുകാവ് കഴിഞ്ഞ് നമുക്ക് അടുത്ത ശങ്കർ നായർ റോഡ് കയറുമ്പോൾ വരുന്ന ഒരു ഏരിയയിലാണ് നമുക്ക് ഈ ഒരു വീടുള്ളത്. തിരുമല ജംഗ്ഷൻ നമുക്കിവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്ത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പം കോർപ്പറേഷൻ ഏരിയയുടെ തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടെ അറിയാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ നിങ്ങൾക്ക് പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.